ഇന്ന് കേരള പോലീസിന് ആരെയും പേടിക്കേണ്ടതില്ല. മുഖം തിരിഞ്ഞു നിൽക്കുന്ന ചെറിയൊരു വിഭാഗം ഇപ്പോഴും ഉണ്ട് എന്നത് ഗൗരവമായി കാണണം. ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ കേരളത്തിൻ്റെ ജനകീയ സേനയിൽ നിന്നും ഒഴിവാക്കാൻ തയ്യാറായിട്ടുണ്ട്. എൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർക്ക് ഇന്നൊരു ഗൺ ലൈസൻസിന് വേണ്ടിയിട്ട് ഞാൻ അപേക്ഷ കൊടുക്കുകയാണ്. എനിക്ക് ഗണ്ണിട്ട് ഞാൻ തന്നെ നോക്കിക്കോളൂ. ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും ഗവൺമെൻറ്റും പാർട്ടിയും ആവശ്യമായ രീതിയിലുള്ള ഗൗരവത്തോടുകൂടി തന്നെ എല്ലാ വശങ്ങളും എല്ലാ ഭാഗവും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ക്രിമിനലുകളുടെ താവളമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി ആ കസേരയിലിരിക്കാൻ യോഗ്യനല്ല. ഇത് CBI അന്വേഷണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെച്ച് ഇറങ്ങിപ്പോണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. PV അൻവർ എന്ന ഇടത് MLA ആഭ്യന്തര വകുപ്പിനെതിരെ ആരോപണം ഉന്നയിച്ച 2 പകലും 2 രാത്രിയും കഴിഞ്ഞപ്പോൾ നടപടി വന്നിരിക്കുന്നു. ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷിക്കും. മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ മുഖ്യമന്ത്രി അറിയാതെ ഭരണം കൈയാളിയ അജിത് കുമാറിനെതിരെ നടപടി. അപ്പോൾ ആ വകുപ്പിൽ സർവാധികാരിയായ P ശശിയോ? ശശി സാർ പറയുന്നതെല്ലാം അജിത് കുമാർ ചെയ്തു കൊടുക്കുന്നുവെന്ന ഒരു IPS ഓഫീസറുടെ ശബ്ദത്തിൽ നമ്മൾ കേട്ടു. ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തൽ മാത്രമാണോ പരിഹാരം? ഒരു ഭരണപക്ഷ MLAക്ക് സ്വയം രക്ഷയ്ക്ക് തോക്കിനപേക്ഷിക്കേണ്ട സാഹചര്യത്തിലേക്ക് ഭരണം മാറിയെന്ന പ്രതിപക്ഷം പരിഹസിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഇതൊരു സർജിക്കൽ സ്ട്രൈക്കല്ല, പൊറുതിമുട്ടിയുള്ള പ്രത്യാക്രമണവുമല്ല. മുഖ്യമന്ത്രിയുടെ അറിവോടെ തന്നെയാണ് PV അൻവർ ബോംബ് പൊട്ടിച്ചിരിക്കുന്നത്. ഒരു വട്ടം കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സ്വർണ്ണക്കടത്തും പൊട്ടിക്കലും ആരോപണമായി വരുമ്പോൾ ശശി തെറിക്കുമോ? ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി രാജു P. നായർ, ഇടത് നിരീക്ഷകൻ ഡോക്ടർ B. ജയരാജ്, BJPയിൽ നിന്നും ഷാജി രാഘവൻ, രാഷ്ട്രീയ നിരീക്ഷകൻ KC ഉമേഷ് ബാബു, റിട്ടയർഡ് SP NP ബാലകൃഷ്ണൻ എന്നിവരാണ് ചർച്ചയിൽ ഉള്ളത്. ആദ്യം ഞാൻ ഇടത് നിരീക്ഷകനിലേക്ക് പോവുകയാണ്. ഡോക്ടർ B. ജയരാജ്, ഇന്നിപ്പോൾ പൊതുവേദിയിലാണ് മുഖ്യമന്ത്രി ADGP MR അജിത് കുമാറിനെതിരെ നടപടി പ്രഖ്യാപിച്ചത്. പക്ഷേ നേരത്തോട് നേരമായിരിക്കുന്നു, ഇതുവരെ ഉത്തരവിറങ്ങിയിട്ടില്ല. അപ്പോൾ MR അജിത് കുമാറിനെതിരെ നടപടിയെടുത്തുകൊണ്ട് ഒരു ശുദ്ധികലശം നടത്തുന്നു എന്നതാണോ സർക്കാർ നൽകുന്ന സന്ദേശം, അതോ അതിലപ്പുറം കടക്കുമോ? തീർച്ചയായിട്ടും MR അജിത് കുമാറിൽ ഈ വിഷയം അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി സമ്മേളനങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ടുള്ള പാർട്ടി ബ്രാഞ്ച് തൊട്ട് ഇങ്ങോട്ടുള്ള കാര്യങ്ങളിൽ ഈ സഖാക്കൾക്കെല്ലാം ഉത്തരം പറയേണ്ടതായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും MR അജിത് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പൊളിറ്റിക്കൽ ക്രിമിനൽ നെക്സസിൽ ഈ ക്രിമിനലിനെ മാത്രം നടപടി എടുത്തുകൊണ്ട് ഒരു എന്താണ് പറയുന്നത്, ഒരു പൊളിറ്റിക്കൽ ആയിഭാഷം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അതിശക്തമായ രീതിയിൽ മുഖ്യമന്ത്രി MR അജിത് കുമാറിനെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. വളരെ ബോൾഡായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതുമാത്രമല്ല, മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തും. അതിനുശേഷം ഇയാളും ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതും ഗൗരവമായിട്ട് തന്നെ പരിശോധിക്കുകയും, കാരണം നമ്മളിപ്പോൾ കണ്ടതാണല്ലോ, EP ജയരാജൻ്റെ വിഷയമാണെങ്കിലും എന്ത് വിഷയമാണെങ്കിലും അത് എത്ര വലിയ ഉന്നതരാണെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കും. അതിലാണല്ലോ തിരുത്തൽ പ്രക്രിയ എന്നൊക്കെ പറയുന്നത്. ആ തിരുത്തൽ പ്രക്രിയ മേളിൽ നിന്ന് തുടങ്ങി താഴെ തൊട്ട് വരെ അതിൻ്റെ റിപ്പോർട്ടുകൾ ചെയ്തു. അപ്പോൾ പറഞ്ഞ് തിരുത്തൽ മാറുമോ, തിരുത്തൽ നടക്കുമോ, ഇതിങ്ങനെ ഒരു ഏകാധിപത്യ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് ഇതിനകത്തൊരു ജനാധിപത്യ സംവിധാനം ഉണ്ടെന്നെങ്കിലും മനസ്സിലാക്കാൻ ഇത്തരം അവസരങ്ങൾ നല്ലതാണ്. കാരണം അതിനു വേണ്ടിയിട്ട് ഒരു MLA തന്നെ മുന്നിട്ടിറങ്ങേണ്ടി വന്നു, ഭരണപക്ഷത്തിലൊരു MLA തന്നെ മുന്നിട്ടിറങ്ങേണ്ടി വന്നു എന്നുള്ളത് എല്ലാവരും അത്ഭുതത്തോടെ നോക്കുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഈ പോലീസ് ക്രിമിനൽ നെക്സസ് ആദ്യമായിട്ടല്ല കേൾക്കുന്നതെങ്കിലും ഇത്രയധികം ഈ കൊലപാതകം, അതായത് അൻവർ ഉന്നയിച്ചതുപോലെ കൊലപാതകം, എക്സ്റ്റോർഷൻ, പിന്നെ ഈ ഗോൾഡ് സ്മഗ്ലിംഗ് കേസിലെ ഇൻവോൾവ്മെൻറ്റ്, പിന്നെ അല്ലാതുള്ള അനധികൃതമായിട്ടുള്ള പല ഇടപാടുകളും, ഈ ഇടപാടുകളെല്ലാം അന്വേഷിക്കും. ഈ ഇടപാടുകളെല്ലാം അന്വേഷിച്ചിട്ട് അതിനൊക്കെ ആരാണ് ഉത്തരവാദി എന്നുള്ളത് അവർക്കൊക്കെ എതിരെ തീർച്ചയായും നടപടി ഉണ്ടാവും. ഇതൊന്നും അറിയാനുള്ള ഒരു ഇന്റലിജൻസ് സംവിധാനമില്ലാതെയാണോ ഈ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്? ഡോക്ടർ B. ജയരാജ്, മുഖ്യമന്ത്രിക്ക് ഇതൊന്നും അറിയാതിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കഴിവുകേടല്ലേ? ഇത് ആരുടെ ഓഫീസിനെതിരെയാണ് ആരോപണം? P. ശശിയുടെ ഓഫീസല്ലല്ലോ.
ഇത് MR അജിത് കുമാറിൻ്റെ ഓഫീസല്ലല്ലോ, ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇതൊന്നും അറിയാതെ ഇത്രയും കാലം അതിപ്പോൾ ബാക്കിയുള്ളവരിൽ നിന്നും ചോർത്തിയെടുത്ത വിവരങ്ങളുമായി PV അൻവർ വേണ്ടി വന്നിരിക്കുമെന്നു കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ. അതും നേരിട്ട് പറയാൻ പോലും PV അൻവറിന് അവസരമില്ല, നേരിട്ട് പറയാൻ മുഖ്യമന്ത്രിയെ കാണാൻ അവസരമില്ല. അപ്പോൾ വാർത്താ സമ്മേളനം നടത്തി ജനങ്ങളോട് വിശദീകരിക്കുമ്പോൾ മുഖ്യമന്ത്രിയും അറിയുന്നു. എന്തൊരു ഗതികെട്ട അവസ്ഥയാണ്. തീർച്ചയായിട്ടും അത് വാസ്തവം തന്നെയാണ് സ്മൃതി പറഞ്ഞത്. അതുകൊണ്ടാണ് ഉന്നത IPS ഉദ്യോഗസ്ഥരുടെ യോഗം ആദ്യമേ തന്നെ വിളിച്ചു കൂട്ടിയത്. കാരണം ഈ ഭരണ സംവിധാനം നിയന്ത്രിക്കുന്നത് ചില ഈ പറഞ്ഞ കണക്കോല ഉദ്യോഗസ്ഥരുണ്ട്. അതിന് ധാരാളമായിട്ട് പ്രത്യേകിച്ച് പോലീസ് സേനയിൽ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അതിൽ വിശ്വസ്തരെന്നോ അവിശ്വസ്തരെന്നോ നമുക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം ഒന്നടങ്കം ഒന്നും വിളിക്കാൻ പറ്റില്ല. എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ ഇയാൾ ഈ MR അജിത് കുമാർ KC വേണുഗോപാലിന് വേണ്ടി ചെയ്തു എന്നാണ് ഇന്ന് സരിത പറയുന്നത്. അതുപോലെ VD സതീശൻ്റെ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ശ്രമം നടത്തി എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ ആളുകൾക്കും വേണ്ടി എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഒരാൾ, കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നടക്കുന്ന ഒരാൾ പിടി വീണ് കഴിഞ്ഞപ്പോഴാണ്, കൃത്യമായിട്ട് ആരോപണങ്ങളോട് വന്നപ്പോഴാണ് നമ്മളെല്ലാവരും തന്നെ അറിയുന്നത്. അതിനുമുമ്പ് മാധ്യമങ്ങൾ പോലും ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ ഇത്രയും വിജിലൻ്റ് ആയിട്ടുള്ള 24 hours ന്യൂസ് നെറ്റ്വർക്കൊക്കെ ഉണ്ടായിട്ട് എല്ലാ ചാനലുകളും എത്ര ചാനലുകളുണ്ട് ക്രമസമാധാനത്തിന്റെ ചുമതല മാധ്യമങ്ങൾക്കാണോ? മാധ്യമങ്ങൾ കണ്ടെത്തി അങ്ങോട്ട് കൊടുക്കണം അല്ലേ സർക്കാർ മാധ്യമം എന്ന് പറയുന്നത് ഒരു ഫോർത്ത് എസ്റ്റേറ്റ് ആണല്ലോ. അല്ലല്ല അങ്ങനെയല്ല ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ആർക്കും പറ്റില്ല. ഫോർത്ത് എസ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന ഫോർത്ത് പില്ലർ എന്നൊക്കെ പറയുന്നത് ചുമ്മാതെ സ്ത്രീപീഡനത്തിന്റെ കേസും പറയുന്നത് മാത്രമല്ലല്ലോ മാധ്യമങ്ങളുടെ തന്നെയാണ്. മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇന്ത്യ ഡെമോക്രസിയിൽ എന്താണ്? ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഫോർത്ത് പില്ലർ തന്നെയാണ് മാധ്യമങ്ങൾ. ഇതുപോലെ ജുഡീഷ്യറിയെ പോലെ തന്നെ മാധ്യമങ്ങൾക്കും മാധ്യമങ്ങളുടേതായ പങ്ക് വഹിക്കാനുണ്ട്. ആ ഉത്തരവാദിത്വം ആർക്കും ഒളിച്ചോടാനൊന്നും പറ്റില്ല. അത് ഇല്ല എന്ന് പറഞ്ഞാൽ പോലും. ഡോക്ടർ ബി ജയരാജ്, ഈ കേസിൽ മാധ്യമങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിക്ക് കണ്ടെത്താൻ കഴിയാത്ത കാര്യം ഇവിടെ മാധ്യമങ്ങൾ കണ്ടെത്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് ആ വിവരങ്ങൾ അറിയിക്കണമായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ മാധ്യമപ്രവർത്തകരുടെയും മന്ത്രിമാരുടെയും നേതാക്കളുടെയും ഫോൺ ചോർത്തുന്നു MR അജിത് കുമാർ എന്ന ഗുരുതരമായ ആരോപണമാണല്ലോ. ആർക്കു വേണ്ടി? അത് MR അജിത് കുമാർ ഒറ്റയ്ക്ക് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അങ്ങനെയെങ്കിൽ MR അജിത് കുമാറിന്റെ നേട്ടം എന്താണ് ആ ഫോൺ ചോർത്തൽ? ഇന്നലെ വന്ന ഒരു കാര്യം കൂടെ പറയട്ടെ. ഇന്നലെ ഒരു വാർത്താ ചാനൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഒരു സുപ്രധാന വാർത്താ ചാനലിലെ ഒരു പ്രധാനപ്പെട്ട അവതാരകൻ അയാളുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി MR അജിത് കുമാറിനെ സമീപിച്ചിരുന്നു എന്നുള്ള വാർത്ത വന്നത് പകുതിക്ക് വെച്ച് കട്ട് ചെയ്ത് കളയാണ് ചെയ്തത്. അത് മുഴുവനായിട്ട് കേൾപ്പിച്ചില്ല. അങ്ങനെയുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. പറഞ്ഞു തന്നെയാണല്ലോ ഡോക്ടർ ബി ജയരാജ്. അത് താങ്കൾക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. അദ്ദേഹത്തിന് അതിൻ്റെതായ മറുപടി ഉണ്ടാകും. പറയാൻ പോലും മറ്റൊരു ചാനൽ അനുവദിച്ചില്ല എന്നുള്ളതാണ്. പ്രൊട്ടക്ട് ചെയ്യുന്നതൊക്കെ ഉള്ളതാണ്. മനസ്സിലായില്ല? ആ ആരോപണം PV അൻവർ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ PV അൻവറിന്റെ ആരോപണമായി തന്നെ റിപ്പോർട്ടർ വാർത്ത കൊടുത്തിട്ടുണ്ട്, ആ പേരടക്കം. അതിപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. PV അൻവറിന്റെ ആരോപണമായിട്ട് തന്നെ അത് കൊടുത്തിട്ടുണ്ട്. താങ്കൾ ഇപ്പോൾ മാധ്യമപ്രവർത്തനെതിരായ ആരോപണം, മാധ്യമപ്രവർത്തകൻ പോലീസുകാരനെ വിളിച്ചു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നമായി കണ്ടെത്തിയിരിക്കുന്നത് അല്ലേ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ നടക്കും. കാരണം ജയറാം പടിക്കലിന്റെ കാലത്ത് നടന്നിട്ടുണ്ട്, പല ഉദ്യോഗസ്ഥന്മാരുടെ കാലത്ത് നടന്നിട്ടുണ്ട്. ജനറലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത് എന്നാണ്. ഡോക്ടർ ബി ജയരാജ്, കാശ് ഇത്തിരി ചെലവായി. എങ്ങനെ ചെലവായി? ഈ ടെലിഫോൺ ചോർത്താൻ, ഫോൺ കോളുകൾ ചോർത്താൻ, പോലീസുകാരെ ഈ പക്ഷത്തേക്കാക്കി കുറച്ചുപേരിൽ നിന്ന് വിവരങ്ങൾ നേടിയെടുക്കാനൊക്കെ PV അൻവറിന് കുറച്ച് പണം ചെലവായിട്ടുണ്ട്. അങ്ങനെയാണോ മാധ്യമപ്രവർത്തനം നടത്തേണ്ടതെന്നാണോ താങ്കൾ പറയുന്നത്? തനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നു, അതിന് ജനങ്ങളോട് മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് PV അൻവർ തുടങ്ങുന്നത് തന്നെ. ഫോൺ ചോർത്തൽ ശരിയായ രീതിയിൽ, ആ ഫോൺ ചോർത്തൽ ഇവിടെ നടക്കുകയാണ്. മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു, മാധ്യമപ്രവർത്തകരുടെ ഫോൺ ചോർത്തുന്നു. MR അജിത് കുമാർ സ്വയം ചെയ്യുന്നു. MR അജിത് കുമാറിന് മാത്രം അതുകൊണ്ട് നേട്ടം എന്നാണോ ഡോക്ടർ ബി ജയരാജ് കാണുന്നത്? അതല്ല, ഈ ഫോൺ ചോർത്തൽ എന്ന് പറയുന്ന അതീവ ഗൗരവപരമായിട്ടുള്ള ഒരു ആരോപണമാണ്. അത് ആര് തന്നെ ചെയ്താലും, പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ അത് അതിൻ്റെതായ ആംഗിളിൽ അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതിനകത്ത് ആരും ഇത് ജനങ്ങളുടെ മുന്നിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് തീരുന്ന മാത്രമുള്ളൊരു പ്രശ്നമാണ്. അത് അതിഗൗരവമായുള്ള മറ്റൊരു ആരോപണമാണ്. അതിൻ്റെ പേരിലും അന്വേഷണം നടക്കട്ടെന്നേ.
കാരണം ആർക്കും ആരുടെയും ഫോൺ ചോർത്തുക എന്നൊക്കെ പറയുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ നിരക്കുന്ന പ്രവൃത്തിയൊന്നുമല്ല. അതിനെ അങ്ങനെ ഇയാളെ വലിയ ഹീറോ ആയിട്ട് വാഴ്ത്തിപ്പാടുകയൊന്നും വേണ്ട. ഈ പറഞ്ഞ കുറച്ച് ആരോപണങ്ങൾ കൊണ്ടുവന്നു ഒരാൾ ഇതിനകത്ത് അല്ലല്ല, പൊതുവെ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു ശ്രദ്ധയും കാര്യം PV അൻവറിനെയാണോ ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും കൊണ്ട് നടക്കുന്നില്ല. മാധ്യമപ്രവർത്തകരെ മോശം പരാമർശം കൊണ്ട് സ്ഥിരമായി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു MLA ആണ്. ആ നിലയ്ക്ക് PV അൻവറിന്റെ അത്തരം പ്രവർത്തനങ്ങളോടൊന്നും നമുക്ക് യോജിപ്പില്ല. പക്ഷേ ഒരു വാർത്ത അത് സർക്കാരിനെ പിടിച്ചുകുലുക്കുന്ന വെളിപ്പെടുത്തലുകളുമായി ഒരു ഭരണകക്ഷി MLA വരുമ്പോൾ അത് വാർത്തയാണെന്നും ആ വാർത്ത കൊടുക്കണമെന്നും ബോധ്യമുള്ള മാധ്യമപ്രവർത്തനം അങ്ങനെയാണ്. സർക്കാരിനെതിരെയുള്ള വാർത്തകൾ മാത്രം നമുക്കിങ്ങനെ പരത്തി പറയാനൊക്കെ വേറെ വിഷയങ്ങളുണ്ടാകും ഡോക്ടർ ബി ജയരാജ്. നമുക്ക് നമുക്ക് വിഷയത്തിലേക്ക് വരാം. രാജു പി നായർ, മഞ്ഞുമലയുടെ അറ്റം എന്നാണല്ലോ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇതിനെ ചൂണ്ടിക്കാണിച്ചത്. മഞ്ഞുമലയുടെ അറ്റം, ഈ മഞ്ഞുമലയുടെ അറ്റം മാത്രം പുറത്തു വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ ആര് പുറത്തു കൊണ്ടുവരും? ഇവിടെ ഇപ്പോൾ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണ റിപ്പോർട്ട് നൽകാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി. അത് പോരാ എന്നാണ് PV അൻവർ പറയുന്നത്. ജുഡീഷ്യൽ അന്വേഷണം വേണം. നാളെ ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട് ആ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാനാണ് അദ്ദേഹം പോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചൊരു CBI അന്വേഷണം വേണം, CBI വരണം എന്നുള്ളതാണോ നിങ്ങളുടെ ആവശ്യം? തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എല്ലാം ആവശ്യപ്പെട്ടത്. CBI അന്വേഷണം വേണം തന്നെയാണ്. ഞാൻ അതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ പറയാം. ബഹുമാന്യപ്പെട്ട പിണറായിസ്റ്റ് നിരീക്ഷകന്റെ ഒബ്സർവേഷൻസ് ഇവിടെ കണ്ടു. എൻ്റെ ഒരു അഭിപ്രായം സ്മൃതി പരുത്തിക്കാടിനെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാക്കണം എന്നുള്ളതാണ്. കാരണം ഈ വാർത്തകൾ ഈ സത്യങ്ങളൊക്കെ പുറത്ത് പോലീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം മാധ്യമപ്രവർത്തകർക്കാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ആളങ്ങ് ഇറങ്ങിയിട്ട് സ്മൃതി പരുത്തിക്കാടിനെയോ അല്ലെങ്കിൽ അരുൺകുമാറിനെയോ ഒക്കെ പിടിച്ച് ആഭ്യന്തരമന്ത്രിയാക്കി ഇരുത്തിയാൽ മതിയല്ലോ. അത്രയല്ലേ ഉള്ളൂ. സ്മൃതി, ഇപ്പോ എനിക്ക് ഓർമ്മ വരുന്നത് എന്താ അറിയോ? പഞ്ചാബി ഹൗസിലൊരു രംഗമുണ്ട്. ദിലീപിനെയും അശോകനെയും ഈ പഞ്ചാബി ഹൗസിലേക്ക് കൊണ്ടുപോയി വിട്ടിട്ട് പൊട്ടനും പോയേ ചട്ടനും പോയേ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പുറത്തിറങ്ങി വരുന്ന കൊച്ചിൻ ഹനീഫയുടെ ഒരു രംഗമുണ്ട്. സത്യത്തിൽ ആ രംഗത്തിന്റെ പുനരാവിഷ്കരണമാണ് കേരളത്തിൽ നടക്കുന്നത്. EP ജയരാജന്റെ പുറത്താക്കൽ മുതൽ കേരളത്തിൽ പിണറായി വിജയനെതിരെ വരാൻ സാധ്യതയുള്ള മുഴുവൻ ആരോപണങ്ങളെയും ഇല്ലാതെയാക്കുന്നതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന തന്ത്രമാണ് ഇത് എന്ന് ഞാൻ ന്യായമായും സംശയിക്കുന്നു. കാരണം ഇതിന് രണ്ടു വശത്തും നിൽക്കുന്നത് ഇപ്പൊ PV അൻവറും ADGP അജിത് കുമാറുമാണല്ലോ. രണ്ടു വശത്തും നിൽക്കുന്നത് പിണറായിയുടെ ഇടങ്കയും വലങ്കയുമാണ്. PV അൻവർ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ പിണറായി വിജയനെ CPM-ന്റെ അംഗങ്ങളെക്കാൾ അപ്പുറത്ത് പിണറായി വിജയൻ ഭക്തിയോടെയും പിണറായി വിജയൻ രാഷ്ട്രീയമായി ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്താണ്. ചില ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ ചെസ്റ്റ് നമ്പർ ഇട്ടുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണോ PV അൻവർ പറയുന്നത് അതേ നിലയ്ക്ക് ഈ പോലീസ് പ്രവർത്തിക്കുകയും ചെയ്തെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഭൂമി തട്ടിപ്പ് കേസിൽ ഉൾപ്പെടെ അൻവറിന് എങ്ങനെയാണ് പരിരക്ഷ കിട്ടുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. PV അൻവർ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം പിണറായി വിജയന്റെ അനുഗ്രഹാശിസ്സുകളുണ്ട്. പിണറായി വിജയൻ പറയാതെ അറിയാതെ PV അൻവർ ഇതൊന്നും ചെയ്യില്ല എന്ന് പച്ച വെള്ളം കുടിക്കുന്ന സകല മനുഷ്യർക്കും അറിയാം. PV അൻവർ ഈ CPM-ന്റെ പതാക ഇട്ടുകൊണ്ട് ഞാൻ അവസാനം വരെ CPM-കാരനായിരിക്കും എന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയവും അത് തന്നെയാണ്. ഇനി മറ്റൊന്നുകൂടി ആലോചിച്ച് നോക്കൂ. വൃന്ദക്കാരാട്ട് കഴിഞ്ഞ ദിവസം മുകേഷിനെതിരെ ഒരു പ്രസ്താവന നടത്തി. മുൻപറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ടല്ല, മുകേഷ് രാജിവെച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ന്യായം വ്യക്തമാക്കണമെന്ന് വൃന്ദക്കാരാട്ട് പറയുണ്ടായി. നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ആ വൃന്ദക്കാരാട്ടിനെ വരെ ആക്ഷേപിച്ച CPM ഹാൻഡിലുകളുണ്ട്. PV അൻവറിനെ ശശിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വെറും പാഴ്വസ്തുവാണ്. അവിടെ ഒന്നും നടക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് യാതൊരു നിയന്ത്രണമില്ല. അത് ഒരു വലിയ ഗൂഢസംഘത്തിന്റെ കയ്യിലാണ് എന്നാണല്ലോ PV അൻവർ പറഞ്ഞത്. ഏതെങ്കിലും ഒരു CPM-കാരൻ PV അൻവറിനെതിരെ എഴുതിയുന്നുണ്ടോ? പോരാളി ഷാജി ഇവിടെ പോയി, മറ്റുള്ളവരുടെ പോയി. അപ്പൊ PV അൻവറിന് CPM-ന്റെ പൂർണ്ണമായ പരിരക്ഷയുണ്ട്. ഇപ്പുറത്ത് നിൽക്കുന്ന അജിത് കുമാർ, ആരാ അജിത് കുമാർ? സ്വപ്ന കേസിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു മൊഴിയുമായി പുറത്തു വന്നപ്പോൾ അല്ലെങ്കിൽ വന്ന് കണ്ടപ്പോൾ അയാളുടെ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിടിച്ചെടുക്കാതെ അയാൾക്ക് സംസ്ഥാനത്ത് നിന്ന് രക്ഷപ്പെടാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും പലതവണ അയാളെ വിളിക്കുകയും 32ഓളം തവണ അയാളെ വിളിക്കുകയും അയാളെ നേരിൽ കാണുകയും ചെയ്തുകൊണ്ട് പിണറായി വിജയന്റെ കള്ളത്തരം മറച്ചുവെക്കാൻ നേതൃത്വം കൊടുത്ത ആളാണ് ADGP അജിത് കുമാർ. അദ്ദേഹത്തെ വിജിലൻസിന്റെ ചുമതലയിൽ നിന്ന് മാറ്റി
അതെ, 2022 നടപടികൾ എടുത്തതാണ്. അന്നും എസ് വെങ്കടേഷിനാണ് പകരം ചുമതല കൊടുത്തത്. അപ്പോൾ അതിന്റെ ഒരു തനിയാവർത്തനമാണോ ഇപ്പോൾ 2024 സംഭവിക്കാൻ പോകുന്നത്? കാരണം പിന്നീട് അദ്ദേഹത്തിന് പൂർവാധികം ശക്തിയോടെ പുതിയ പോസ്റ്റ് കൊടുക്കുകയായിരുന്നു. ശ്രുതി, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ മാറിയ അജിത് കുമാർ പിന്നെ വരുന്നത് ADGP ആണ്, ചുമതലയുള്ള ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ADGP ആയിട്ടാ. 4 മാസം നിങ്ങൾ കാത്തിരിക്കണ്ട, ഈ ചിത്രം മുഴുവൻ മാറും. പിണറായി വിജയന്റെ കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കാൻ, കുറ്റകൃത്യം എന്ന് ബോധപൂർവമാണ് ഞാൻ പറയുന്നത്, കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കാൻ നടക്കുന്ന രാഷ്ട്രീയ നാടകം മാത്രമാണിത്. CPM രംഗത്തെ ആഭ്യന്തര തർക്കവും അതുപോലെ തന്നെ CPM അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്നും മറികടക്കുന്നതിന് വേണ്ടി കൊച്ചിൻ ഹനീഫ ചിരിച്ചോണ്ട് നടന്നുപോയ പോലെ പിണറായി വിജയൻ ഇന്ന് ക്ലിഫ് ഹൗസിലിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. ഈ ചർച്ചയെല്ലാം അടങ്ങുമ്പോൾ ADGP അജിത് കുമാർ തിരിച്ചു വരും, ഒരു സംശയവും വേണ്ട. ഇവരെല്ലാം തിരിച്ചു വരും. PV അൻവർ ശക്തനായിട്ട് ഈ പാർട്ടിയിൽ ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കൂ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ മുഴുവൻ ആരോപണവും ശരിവെച്ചതല്ലേ PV അൻവർ? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനകത്തുള്ള ഇൻവോൾവ്മെന്റ് മുതൽ, കൊലപാതകം മുതൽ, തട്ടിക്കൊണ്ടുപോകൽ മുതൽ, രാജ്യവിരുദ്ധ പ്രവർത്തനം മുതൽ എത്രയെത്ര കാര്യങ്ങൾ, ഇത് മുഴുവൻ PV അൻവർ ശരിവെക്കുകയല്ലേ? അപ്പോ ഇനി മഞ്ഞുമലയുടെ അറ്റം എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന്റെ ഒരു വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ ഈ സർക്കാരിനെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ നിങ്ങളൊന്ന് പുറകിലേക്ക് ചിന്തിച്ചാൽ മതി. പുറകിലേക്ക് ചിന്തിച്ചാൽ അന്ന് ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് മുഴുവൻ സാധുത PV അൻവർ തരുന്നുണ്ട്. അപ്പൊ കേരളം ഭരിക്കുന്നത് ഇന്ന് ഏറ്റവും വലിയ ഗൂഢസംഘത്തിന്, ക്രിമിനൽ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന, രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന പിണറായി വിജയനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. MR അജിത് കുമാർ എല്ലാവരുടെയും ആളാണ് എന്നുള്ളതാണല്ലോ ആരോപണം. എല്ലാവരുടെയും ആളാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളുമായി പ്രത്യേക ആഭിമുഖ്യമല്ല, അദ്ദേഹത്തിന് ചില പ്രത്യേക താല്പര്യങ്ങളോടെ എല്ലാവരുടെയും ആളാകുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെയും ആളായിരുന്നു. സോളാർ കേസിന്റെ ഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. മുൻ മുഖ്യമന്ത്രിക്കെതിരെയും കേസ് വന്ന ഘട്ടത്തിലും, KC വേണുഗോപാലിനെതിരെ ആരോപണം വന്ന ഘട്ടത്തിലുമൊക്കെ അത് ഒന്ന് സെറ്റിൽ ചെയ്യാൻ പരാതിക്കാരിയുമായി ചർച്ച നടത്തിയത്, അത് കോടതിയിൽ തന്നെ എത്തിയതാണ്. CBIക്ക് നൽകിയ പരാതിയിലും അവർ പറഞ്ഞിരുന്നതാണ്, CBIക്ക് നൽകിയ മൊഴിയിലും പരാതിക്കാരി പറഞ്ഞിരുന്ന കാര്യമാണ്. അപ്പോൾ അതിലും MR അജിത് കുമാറിന് പങ്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു അജിത് കുമാറിന്റെയും വക്കാലത്തിന്റെ ആവശ്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഉമ്മൻചാണ്ടി മുതൽ ഇങ്ങോട്ടേക്ക് പറഞ്ഞ എല്ലാവർക്കുമെതിരെ അന്ന് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ പൊതുസമൂഹം പോലും സ്വീകരിച്ചതൊന്നല്ല. മനസ്സിലായില്ലേ? പക്ഷേ ഇവിടെ നോക്കൂ, എന്താണെന്ന് നോക്കൂ. ഈ അജിത് കുമാർ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന് എല്ലാ സംരക്ഷണവും കൊടുക്കുന്നവരാ. സ്മൃതി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഈ ഉമ്മൻചാണ്ടിക്ക് KC വേണുഗോപാലിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് ഇരിക്കട്ടെ, ഇനി നിങ്ങൾ പറയുന്നത് തൽക്കാലത്തൊരു വാദത്തിന് വേണ്ടി ഞാൻ എടുക്കുക. അങ്ങനെയുള്ള ഒരാളെ, അല്ലെങ്കിൽ ഇത്രമാത്രം നൊട്ടോറിയസ് ആയിട്ടുള്ള ക്രിമിനൽ ആയിട്ടുള്ള ഒരാളെ അൻവർ തന്നെ ശശിയോട് പല പ്രാവശ്യം പറഞ്ഞു എന്നാണല്ലോ പറയുന്നത്. ശശിയോട് പറഞ്ഞാൽ മുഖ്യമന്ത്രിയോട് പറയില്ല എന്ന് നമ്മൾ ധരിക്കരുത്. അപ്പൊ അത്രമാത്രം ക്രിമിനൽ ആയിട്ടുള്ള ആളെ തന്റെ ഓഫീസിനകത്ത് ഇരിക്കുന്ന ഒരാളുടെ കൂടെ ചേർന്നുകൊണ്ട് കള്ളക്കച്ചവടം നടത്തുന്ന ആളെ ഇപ്പോഴാണോ അറിഞ്ഞത്? ഇപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ആ ഇന്റലിജൻസ് സംവിധാനമൊക്കെ വെറുതെ എന്തിനാ നമ്മുടെ നികുതി പണം എടുത്ത് ചെലവാക്കുന്നത്? ആ ഇന്റലിജൻസ് സംവിധാനമൊക്കെ ഒന്ന് പിരിച്ചുവിടണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലൊരു MLA പറയുകയാണ് എനിക്ക് തോക്കുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കുന്ന സ്മൃതി, സാധാരണക്കാരായ പാവങ്ങളായ നമ്മുടെ അവസ്ഥയാ. ആളെ കൊല്ലിക്കുന്ന, ആളെ തട്ടിക്കൊണ്ടുപോകുന്ന, സ്വർണ്ണ കച്ചവടം നടത്തുന്ന മാഫിയ സംഘമായിട്ടുള്ള കേരളത്തിന്റെ ദാവൂദ് ഇബ്രാഹിമിന്റെ കീഴിൽ നമ്മൾ ജീവിക്കണം എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ദാവൂദ് ഇബ്രാഹിമിനെയും ഛോട്ടാ രാജനെയൊക്കെ നിയന്ത്രിക്കുന്ന ശക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ആ ശക്തിയുടെ നിലയിലാണ് പിണറായി വിജയൻ ഇരിക്കുന്നത്. ഇത്രമാത്രം ക്രിമിനലായ ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ നമ്മൾ പൗരന്മാരായി ഇരിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞത് ഭീതിജനകമല്ലേ? എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രമാത്രം ഗുണ്ട അഴിഞ്ഞാട്ടം ഉണ്ടായത്? ഇതെല്ലാം പുറകിലേക്ക് പോകണം. ഇതിലെല്ലാം പുറകിലേക്ക് പോയാൽ ഇവരുടെ കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ഒരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. ആ പോലീസിന്റെ തലപ്പത്തിരുന്ന ഒരു ക്രിമിനലാണ്. ആ ക്രിമിനലിന് സംരക്ഷണം കൊടുത്തിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം. അദ്ദേഹം CBIയുടെ അന്വേഷണം നേരിടണം. CBIയുടെ അന്വേഷണം നേരിട്ടാൽ എന്തു സംഭവിക്കും എന്നുള്ളത് നമുക്ക് സ്വർണ്ണക്കള്ളടത്ത് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമേരിക്കയിലെ FIA അവരെ വിളിക്കാൻ, CA ഒന്നും വിളിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് FBI ഒന്നും വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം CBI അന്വേഷിക്കട്ടെ. നമുക്ക് പൊതു ജാഗ്രതയോടെ ഇരിക്കാം. എന്ത് സംഭവിക്കുന്നു എന്ന് കാണാം.
നമുക്ക് നോക്കാം. ഞാൻ BJP പ്രതിനിധിയിലേക്ക് പോകും മുമ്പ് ശ്രീ KC ഉമേഷ് ബാബു, ഇതിപ്പോൾ MR അജിത് കുമാറിൽ നിൽക്കുമോ ഈ നടപടികൾ എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. എല്ലാം ഗൗരവത്തിൽ നോക്കുന്നു, പാർട്ടി എല്ലാം ഗൗരവത്തിൽ പരിശോധിക്കും എന്നാണ് പാർട്ടി സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന കാലയളവ് കൂടിയാണ്. സ്വാഭാവികമായും ഇത് വിശദീകരിക്കേണ്ടി വരും. EP-യുടെ കാര്യം വിശദീകരിക്കാൻ വേണ്ടിയാണല്ലോ EP-ക്കെതിരായ തീരുമാനം അത് തൊട്ട് തലേ ദിവസം പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം നടത്തിയത്. പക്ഷേ അതിന് തൊട്ട് പിറ്റേ മണിക്കൂറിലാണ് അടുത്ത ബോംബ് പൊട്ടിയത് എന്നുള്ളതാണ് പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോഴുള്ള യാഥാർത്ഥ്യം. അപ്പോൾ എന്താണ് P. ശശിയുടെ ഭാവിയെ KC ഉമേഷ് ബാബു എങ്ങനെയാണ് കാണുന്നത്? P. ശശി എന്നുള്ളത് സൂപ്പർ മുഖ്യമന്ത്രി ചമഞ്ഞുകൊണ്ട് അവിടെ എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണം എടുക്കുന്നു, എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നു. മുഖ്യമന്ത്രിയിലേക്ക് പരാതികൾ എത്താതിരിക്കാനുള്ള ഒരു വൻ മതിലായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ അദ്ദേഹം ഇരിക്കുന്നു എന്നാണ് പരാതിക്കാർ പറയുന്നത്. എന്തിന് ഭരണകക്ഷി MLA ആയ അൻവർ പോലും പറയുന്നത്. അല്ല, ഞാനിത് 2-3 ദിവസമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ടെലിവിഷൻ ചാനലുകളിൽ. കാരണം ഇതൊരു കൊട്ടാര വിപ്ലവമാണ്. എല്ലാ കൊട്ടാര വിപ്ലവങ്ങളും സാധാരണഗതിയിൽ കെട്ടടങ്ങുക ചെയ്യുക. ഈ കൊട്ടാര വിപ്ലവവും കെട്ടടങ്ങാനാണ് പോകുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. കാരണം ഇതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇത് P. ശശിയുടെ പുതിയ മടങ്ങി വരവിന് ശേഷം ശശി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ്. ആ P. ശശി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ അതിഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ശശിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരുന്നത്. അങ്ങനെ മടങ്ങി ഈ പറയുന്ന പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശശി എത്ര വേഗത്തിലാണ് തിരിച്ചു വരിക മാത്രമല്ല സംസ്ഥാന കമ്മിറ്റിയിൽ വരെ തിരിച്ചു വരികയും ഇത്തവണ മുഖ്യമന്ത്രി ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പദത്തിൽ അവരോധിക്കപ്പെടുകയും ചെയ്തു. P. ശശി എൻ്റെ നാട്ടുകാരനും പഴയ പരിചയക്കാരനുമാണ്. 96 ഒരു ആവർത്തനമാണ് P. ശശിയെ സംബന്ധിച്ച് ഈ പദവി എന്ന് പറയുന്നത്. 96 നായനാരുടെ അവസാനത്തെ മുഖ്യമന്ത്രി പദത്തിന്റെ കാലത്താണ് വളരെ വിവാദ പുരുഷനായ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ശശി ഉണ്ടായിരുന്നത്. അതിന്റെ കഥകൾ എത്രയോ കാലം ചർച്ച ചെയ്തതാണ്. അന്ന് റിപ്പോർട്ടർ ചാനൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഉണ്ടായിരുന്ന ചാനലുകളൊക്കെ നമ്മൾ തന്നെ ചർച്ച ചെയ്ത ഓർമ്മ എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴെന്താ സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ശശി വല്ലാതെ വലുതാകുന്നതിലുള്ള ഒരു അസ്വസ്ഥത നിലവിലുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി. കാരണം ശശിയുടെ സ്റ്റൈൽ ഓഫ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അയാൾ അങ്ങനെയാണ് പെരുമാറുക. 96, 2001 കാലത്തും അയാൾ അങ്ങനെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ള വിവരങ്ങൾ വെച്ച് ഇപ്പോഴും അയാൾ അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. അതിൽ അസ്വസ്ഥത മറ്റാരും എവിടെയല്ല ഉള്ളത്, കൊട്ടാരത്തിലാണ് അസ്വസ്ഥതയുള്ളത്. അപ്പൊ കൊട്ടാരത്തിന്റെ അസ്വസ്ഥതയാണ് ഇങ്ങനെ എന്താ പറയേണ്ടത്, മിനിമം ഭാഷയിൽ പറഞ്ഞാൽ കൂലിത്തല്ലുകാരെ ഉപയോഗിച്ചിട്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാ ചെയ്യാം. ഒരാള് അവതരിക്കും, അങ്ങനെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, CPM എന്ന് പറഞ്ഞാൽ കേഡർ പാർട്ടിയാണ്, അച്ചടക്കമുള്ള പാർട്ടിയാണ്. ഈ പറയുന്ന കുറച്ച് നേരത്തെ TP രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പുതുതായി അവരോധിതനായിട്ടുള്ള LDF കൺവീനർ, അയാളൊക്കെ രാഷ്ട്രീയം മതിയാക്കി വേറെ പണിക്ക് പോകുന്നതാ നല്ലത്. അയാൾ പറയുന്ന വർത്താനം കേൾക്കുന്നില്ലേ നിങ്ങൾ? അൻവർ ഉന്നയിച്ച കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണെന്ന്. ഈ പറയുന്ന EP ജയരാജൻ ആരെയോ കണ്ടു ചായ കുടിച്ചു എന്നൊരു ആരോപണം വന്നപ്പോൾ EP ജയരാജന് ഈ പറയുന്ന ശ്രദ്ധക്കുറവുണ്ടാകുന്നു, അത് അദ്ദേഹത്തിന് ആവർത്തിച്ചു വരുന്ന ഒരു പ്രശ്നമാണെന്ന് മുഖ്യമന്ത്രി വരെ പരസ്യമായി പറയുന്നുണ്ട്. ഈ പറയുന്ന പാർട്ടിയുടെ ഭരണത്തിനെതിരായിട്ട്, അവിടുത്തെ SP-ക്കെതിരായിട്ട്, ഇതൊക്കെ എതിരായിട്ട് കൈക്കൂലി ആരോപണത്തിന്റെ പ്ലക്കാർഡ് ഉയർത്തിയിട്ട് പരസ്യമായി സമരം നടത്തിയിട്ടില്ലേ തുടങ്ങുന്നത് ഈ അൻവർ പിന്നീടാണ് ഗോൾ പോസ്റ്റുകൾ മാറ്റിക്കൊണ്ടിരുന്നത്. ആദ്യം തുടക്കം അവിടുത്തെ SP-ക്കെതിരായിട്ടാണ്. ആദ്യം IAS ഈ പറയുന്ന പോലീസുകാരുടെ അസോസിയേഷൻ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നു. ഈ പറയുന്ന വളരെ മോശമായി. ഒരു ഭരണകക്ഷി MLA പോയിട്ട് ഒരു പൊതുപ്രവർത്തകൻ പറയാൻ പാടില്ലാത്ത എൻ്റെ വീട്ടിൽ നിന്ന് പോയ, അതാണ് പഴയ പോലീസുകാരൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ, അവർക്കൊക്കെ നാണം തോന്നുന്നുണ്ടാവും. പോലീസുകാരുടെ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയാണ് SP-യെ കുറിച്ച്. ഇയാളുടെ 250 കിലോ തൂക്കമുള്ള സ്റ്റീലിന്റെ കയറ് കാണാതെ പോയിട്ട് അത് കണ്ടെത്തി കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഈ SP ഒക്കെ മഹാമോശമാണെന്ന് പറഞ്ഞു പ്രസംഗിക്കുന്നു. ഈ പ്രസംഗം കേൾക്കുന്ന ആ ജില്ലയിലെ പോലീസ് അസോസിയേഷന്റെ ഏമാന്മാരില്ലേ, മറുത്തൊരു അക്ഷരം പറഞ്ഞോ? എന്താ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയാണോ ഒരു നാട് നയിക്കപ്പെടേണ്ടത്? ഇങ്ങനെയാണോ? ജനാധിപത്യ വ്യവസ്ഥയുള്ള ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ ഒരു സംസ്ഥാനമായിട്ടുള്ള ഈ നാട്ടിലെ മനുഷ്യരെ എങ്ങനെയാണോ നയിക്കേണ്ടത്? അൻവർ അവിടെ തുടങ്ങിയതാണ്. അതിന് അദ്ദേഹം വിശദീകരണം നൽകുന്നുണ്ട്. അതിപ്പോൾ എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തുടങ്ങിയെന്നേ ഉള്ളൂ. ശശീന്ദ്രനടക്കം SP ശശീന്ദ്രനെ അടക്കം ഉള്ള പോലീസുകാർക്കെതിരെ തെളിവുകൾ തൻ്റെ പക്കൽ എത്തിയ ശേഷമാണ് ആ പ്രതികരണം തുടങ്ങി വെച്ചത്. 8 മാസമായി ഇതിന് പിന്നാലെയായിരുന്നു എന്നാണല്ലോ ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് P. ശശിയിലേക്ക് എത്തുമോ എന്നുള്ളതാണല്ലോ ഞാൻ താങ്കളോട് ചോദിച്ച ചോദ്യം.
പി ശശിയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു പാർട്ടിയിൽ ചിലർ. അതുകൊണ്ട് മാത്രമാണ് അൻവറിന് അങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്താനായത് എന്നാണോ താങ്കൾ പറഞ്ഞതിന്റെ ചുരുക്കം? അല്ല, ഞാൻ പറയുന്ന ഒരു പ്രശ്നം എനിക്ക് പറയേണ്ടതുണ്ട്, അത് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഈ പറയുന്ന ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അൻവർ എന്ന് പറയുന്ന MLA CPM-ന്റെ MLA ആണ്. EP ജയരാജന് ചെറിയ കാര്യത്തിന്റെ ഒരാളോട് ഒന്ന് വേറൊരു പാർട്ടിക്കാരന്റെ കൂടെ ചായ കുടിച്ചപ്പോൾ ശ്രദ്ധക്കുറവ്, ഭരണത്തിനും പാർട്ടിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ADGP ക്രമസമാധാന ചുമതലയുള്ള ADGPക്കും എതിരെ ഇത്രയും മോശമായ ആരോപണങ്ങൾ ആവർത്തിച്ച് എല്ലാ ദിവസവും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ അൻവറിന്റെ പണിയാണോ CPM-കാരന്റെ പണി? ആണോ? അങ്ങനെയാണോ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ തിരുത്തൽ നടത്തുക? അതാണ്, വിശദീകരിക്കണം. MV ഗോവിന്ദൻ ഇന്ന് പൂച്ചയെ പോലെയല്ലേ പറയുന്നത്? അൻവർ ഉന്നയിച്ചത് വേറൊരു MLA ഇതുപോലൊരു ആരോപണം ഈ പറയുന്ന പഴയ കണ്ണൂരുകാരനാണ് ഞാൻ. പഴയങ്ങാടിക്കടുത്ത് ഇരിക്കുന്ന ഒരാളുണ്ട്, പഴയ സംസ്ഥാന കമ്മിറ്റി അംഗം, പഴയ കർഷക സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് CKV പത്മനാഭൻ ഈ നീതി കിട്ടിയിട്ടുണ്ടോ? പത്മനാഭൻ ഈ പറയുന്ന ചില ആരോപണങ്ങൾ പാർട്ടിക്കകത്ത് ഉന്നയിച്ചതിന്റെ പുറത്ത് അയാളോട് എന്തെങ്ങനെയാ പെരുമാറിയെന്ന് അയാൾ ഇപ്പൊ അടുത്ത ദിവസം ചില പ്രാദേശിക ചാനലുകളോട് പറഞ്ഞത് നിങ്ങൾ വരെ സംപ്രേഷണം ചെയ്തതാണല്ലോ. അപ്പൊ ഈ പറയുന്ന നിലയിലാണോ ഇത്? തീർച്ചയായിട്ടും അങ്ങനെയല്ല. ഇത് അത് മാത്രമല്ല, അൻവർ 8 മാസമായിട്ട് നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പ്രത്യേകിച്ച് പോലീസ് ഫോഴ്സിലെ ആളുകളുടെ ഈ ഫോൺ ചോർത്തി എന്ന് പറഞ്ഞാൽ അതേക്കാൾ വലിയൊരു ക്രിമിനൽ ആക്ടിവിറ്റി ഉണ്ടോ? ആരാണ് അയാള് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? ആരാണ് അയാള്? നിങ്ങൾ ഓർക്കുന്നില്ലേ ഉത്തരേന്ത്യയിലെ അതൊരു തെറ്റ് തന്നെയാണ്. പക്ഷെ പുറത്തേക്ക് വന്ന വിവരങ്ങൾ എന്താണ് എന്നുള്ളതാണ്. പുറത്തേക്ക് വന്ന വിവരങ്ങൾ എന്താണ്? അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ വിവരം ഇത്രയും കൊല്ലമായിട്ട് ഈ പറയുന്ന അവിടുത്തെ CPM-ന്റെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന ADGP-യുടെ ക്യാരക്ടർ എന്താണെന്നുള്ള ഒരു പരിശോധന ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിൽ നടക്കില്ല എന്നാണോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? അതാണ് ഞാൻ ചോദിച്ചത്. ഇത് P ശശിയിലേക്കാണോ? P ശശിയെ പുറത്താക്കാൻ വേണ്ടി തുടങ്ങി വെച്ച പുറത്താക്കാനല്ല. അല്ലെ, ഇതിലെ ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും ഒക്കെ ആയിട്ടുള്ള പല തലങ്ങളുണ്ട്. അത് നമ്മുടെ മാധ്യമങ്ങളും മറച്ചു വെക്കാൻ പാടില്ല. ഇല്ല, മറച്ചു വെക്കുന്നില്ല. ശരിയായ രീതിയാണെന്ന് ഇവിടെ ആരും പറയുന്നില്ല. പക്ഷേ സർക്കാരിനകത്തെ കാര്യങ്ങൾ ഒരു ബോംബിന്റെ രൂപത്തിൽ പൊട്ടിത്തെറിക്കുകയാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. അത് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ, ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത്. അത് ശരിയായ രീതിയിലല്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അത് ഉന്നയിച്ച ആൾക്ക് പോലും തർക്കമില്ല എന്നിടത്താണ്. ഇവിടെ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത്? ആഭ്യന്തര വകുപ്പ് എന്താണ് ചെയ്യാൻ പോകുന്നത്? മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ പുഴുക്കുത്തുകളെ കൂടെ നിർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ADGP MR അജിത് കുമാറിനെ എതിരെ മാത്രം അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കാൻ കഴിയുമോ? അതാണ് അറിയേണ്ടത്. ശ്രീ KC ഉമേഷ് ബാബു, ഞാൻ താങ്കളിലേക്ക് വരാം. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. അതിന്റെ ഉത്തരം ഞാൻ ഈ പറയുന്ന കാര്യത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നും സംഭവിക്കില്ല. അന്വേഷിച്ചിട്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. അന്വേഷണം MR അജിത് കുമാറിനെ നടന്നു കഴിഞ്ഞാൽ ഈ പിണറായി കഴിഞ്ഞ 8 വർഷമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഇത്ര അന്വേഷണം ആർക്കെതിരെ നടന്നിട്ടുണ്ട്? എന്താ ഉണ്ടായത് അവസാനം? MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടന്നാൽ MR അജിത് കുമാർ കുറ്റവാളിയാണെന്ന് റിപ്പോർട്ട് വരുന്നു, അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവുന്നു. നമ്മുടെ മാധ്യമപ്രവർത്തകരോട് ആരാ പറഞ്ഞിരിക്കുന്നത്? അൻവറിനെ വിശ്വസിച്ചാണല്ലോ ഇത് പറയുന്നത്. ഞാൻ വിചാരിക്കുന്നില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ചിലപ്പോ തൽക്കാലം ഒരു ലാവണം മാറ്റും. അത് IPS-കാർ എപ്പോഴും പ്രതീക്ഷിക്കുക. സീനിയർ IPS-കാർ പ്രത്യേകിച്ചും ലാവണങ്ങൾ മാറുക എന്നുള്ളത് ഏത് IPS-കാരനും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ശരി, ശ്രീ ഷാജി രാഘവൻ, ഇതിപ്പോൾ MR അജിത് കുമാറിനെതിരെ നടപടി അന്വേഷണത്തിന് DGP-യോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിന്റെ റിപ്പോർട്ട് കിട്ടാൻ പോകുന്നു. റിപ്പോർട്ട് കിട്ടിയാൽ കഴിഞ്ഞാൽ അടുത്ത നടപടി എന്നാണ് അറിയുന്നത്. സ്വാഭാവികമായും ഈ ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. അതിലപ്പുറം എന്തു ചെയ്യാനാകുമെന്നൊരു ചോദ്യമില്ലേ? ഇപ്പോൾ IPS ഉദ്യോഗസ്ഥരെ അങ്ങനെയൊന്നും തൊടാൻ പറ്റില്ല, അങ്ങനെയൊന്നും നടപടികൾ എടുക്കാൻ പറ്റില്ല, സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അവർക്ക് വേണമെങ്കിൽ കാറ്റിൽ പോയി സ്റ്റേ വാങ്ങാനൊക്കെ പറ്റും. അപ്പോൾ ഇതിലപ്പുറം സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് പോകുന്ന മുമ്പ് MR അജിത് കുമാർ എന്ന ഉദ്യോഗസ്ഥന്റെ പിഴവിനെ BJP എങ്ങനെ കാണുന്നു? അല്ല സ്മൃതി, ഇവിടെ ശ്രീ PV അൻവർ MLA അദ്ദേഹം എന്തോ ആരോപണം ഉന്നയിച്ചു എന്നുള്ള നിലയ്ക്ക് ചർച്ച ഇങ്ങനെ പോകുന്നത്. 3 ദിവസമായിട്ട് ആരോപണമെന്നാണ് പറയുന്നത്. ഭരണകക്ഷിപ്പെട്ടൊരു MLA, മുഖ്യമന്ത്രിക്ക് പ്രിയപ്പെട്ട ഒരു MLA, അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട് പുറത്തു വരുന്നത്. അതെങ്ങനെ ഒരു ആരോപണമാകും? അദ്ദേഹം
കൃത്യമായി ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് നമുക്കറിയാം. ഒന്ന്, സൂപ്പർ DGP ചമയുന്ന ഒരു ADGPക്കെതിരെ, സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ. നമുക്കറിയാം ഈ രണ്ട് ആരോപണങ്ങളുടെയും മുൾമുന ചെന്ന് തറയ്ക്കുന്നത് മുഖ്യമന്ത്രിയിലുമാണ്. അപ്പോൾ ഈ വെളിപ്പെടുത്തലുകളുടെ കൃത്യമായി ഒന്ന് നോക്കിയാൽ 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട്. എത്ര ഗൗരവമേറിയ വിഷയമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ ശ്രീ PV അൻവർ പറയുന്നത്, അവിടെ സ്വർണ്ണക്കടത്തിൻ്റെ പറ്റിയിട്ടുള്ള ആലോചനകൾ നടക്കുന്നു, അതിന് സഹായകരമായ നിലപാടെടുക്കുന്ന ഉദ്യോഗസ്ഥർ അവിടെ ഇരിക്കുന്നു. കൊലപാതകം, 2 കൊലപാതകം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആലോചന നടത്തി നടപ്പിലാക്കിയെന്നാണ് ഭരണപക്ഷിയുടെ MLA ആയിട്ടുള്ള ശ്രീ PV അൻവർ പറയുന്നത്. അതേപോലെ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള മറ്റൊരു ആരോപണം പറയുന്നു, അത് ഫോൺ ചോർത്തലാണ്. നമുക്കറിയാം ഫോൺ ചോർത്തലെന്ന് പറയുന്നത് സുപ്രീം കോടതി പോലും പൗരൻ്റെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് കാണുകയും ഭരണഘടനയിൽ പോലും 22-ാം വകുപ്പിൽ അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, ഈ 3 ഗുരുതരമായ ആരോപണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സാമാന്യ ബുദ്ധിയിൽ ഒരു ബലാത്സംഗം, ഒരു സ്ത്രീപീഡനം ഒഴിച്ച് അത് മാത്രമേ ഉള്ളൂ ഇനി ഇതിനകത്ത് വരാൻ ഗുരുതരമായ ഒരു ആരോപണം എന്നുള്ള നിലയ്ക്ക്. ഇതൊക്കെ സംഭവിച്ചത് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണെന്നും അതിന് കാരണക്കാരായിട്ടുള്ളവർ മുഖ്യമന്ത്രിയോട് ഏറ്റവും അടുപ്പമുള്ളവരും, ഈ അടുപ്പമുള്ളവർ അവിടെ എത്തിയത് യാദൃശ്ചികമായല്ല. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ആൾ സൂചിപ്പിക്കുന്നത് കേട്ടു, പത്രക്കാർ ഞങ്ങളുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടില്ല, മറ്റു പലരും ശ്രദ്ധപ്പെടുത്തിയിട്ടില്ല. ഈ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയുടെ കീഴിലൊരു വിജിലൻസ് വകുപ്പില്ലേ? ഈ സംസ്ഥാനത്തൊരു ഇല കമന്ന് വീണ, ഒരു ഇല അനങ്ങിയാൽ അറിയുന്ന വിജിലൻസ്, അത് റിപ്പോർട്ട് ചെയ്യുന്ന വിജിലൻസ്, ഇത് മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റുമോ? ഇത് PV അൻവർ പറഞ്ഞിട്ട് വേണോ മുഖ്യമന്ത്രി അറിയാനായി? ഇനി ഇത് അറിഞ്ഞില്ല എന്ന് വിചാരിക്കുക, ഈ PV അൻവറിന് ഇത് നേരിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞില്ല, ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ശശിയുടെ അടുത്ത് ഇത് സൂചിപ്പിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? അപ്പോൾ ഇതൊക്കെ ഇവർ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ, പ്രത്യേകിച്ച് പിണറായി വിജയൻ 2ാമത് അധികാരത്തിൽ വരുമ്പോഴും ആദ്യ അധികാരത്തിൽ വന്നപ്പോഴും 2016 മുതൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും ഗതി ഇതായിരുന്നു. നമുക്കറിയാം ആദ്യത്തെ മന്ത്രിസഭയിലെ ശ്രീ ശിവശങ്കറിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടു. എത്രയോ ദിവസം അദ്ദേഹം ജയിലിലായിരുന്നു, കേസുകൾ നടക്കുകയാണ്. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരിക്കുന്ന, നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ ഇരിക്കുന്ന ADGP എന്ന് പറയുന്ന ശ്രീ അജിത് കുമാർ, അദ്ദേഹം ഇവിടെ പലരും സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇതിനു മുമ്പ് പലവട്ടം അദ്ദേഹത്തിൻ്റെ പദവികളിൽ നിന്ന് മാറിയിരിക്കേണ്ടി വന്നിട്ടുണ്ട്. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചുകൊണ്ട് സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് അനുകൂല നിലപാടെടുക്കാൻ വേണ്ടി കാണിച്ച വെപ്രാളങ്ങളും അല്ലെങ്കിൽ തരം താണ അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് സ്ഥാനം ഒഴിയേണ്ടി വരുന്നു. അന്ന് സ്ഥാനം ഒഴിഞ്ഞ് അദ്ദേഹം പോലീസ് ആസ്ഥാനത്തെത്തുമ്പോൾ അവിടെ ഇരിക്കാവുന്നൊരു കസേര പോലും കിട്ടാത്തൊരവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ വീണ്ടും തിരിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹം ക്രമസമാധാനത്തിൻ്റെ ADGP മാത്രമല്ല, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്രമസമാധാനത്തിൻ്റെ ADGP പോലെ തന്നെ ബറ്റാലിയൻ്റെ ADGP, അത് വല്ലപ്പോഴും ഒരിക്കലും കേരളത്തിൽ സംഭവിച്ചിട്ടില്ല. അപ്പോൾ മുഴുവൻ ആഭ്യന്തര വകുപ്പിൻ്റെയും പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന പദവി അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രം അറിയാത്തവരാണോ ഇവരൊക്കെ? P. ശശിയെ പറ്റി പറഞ്ഞു, അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട്, അദ്ദേഹം പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു ഘട്ടത്തിൽ പുറത്തായ ആളാണ്. അദ്ദേഹം തിരിച്ചു വരികയാണ്. എത്ര കുറഞ്ഞ സമയം കൊണ്ടാണ് അദ്ദേഹം തിരിഞ്ഞ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വന്ന് ഒരു സൂപ്പർ മുഖ്യമന്ത്രിയുടെ റോളിൽ അദ്ദേഹം കേരളത്തിൽ അദ്ദേഹം ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെയുള്ള അവസരം അവിടെ യാദൃശ്ചികമായി ഉണ്ടായതല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. ഇതാണ് ശ്രീ PV അൻവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശ്രീ PV അൻവർ ഇത് പറയുമ്പോൾ അദ്ദേഹം ഉയർത്തിയ ഈ ഫോൺ ചോർത്തൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അദ്ദേഹം പറയുമ്പോൾ വളരെ ഗുരുതരമായ ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അദ്ദേഹം ഇന്ന് മലപ്പുറത്ത് കളക്ടറെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം തോക്കിൻ്റെ ലൈസൻസിനുമൊക്കെ ആയിട്ട് ഇന്ന് കളക്ടറെ കണ്ടു എന്ന് നമ്മൾ വാർത്തകളിൽ കണ്ടു. എത്ര ഭീകരമായ അവസ്ഥയാണ് കേരളത്തിൽ. ഭരണപക്ഷ MLAക്ക് ഈ കേരളത്തിൽ ജീവിക്കാൻ ആഭ്യന്തര വകുപ്പിനെ വിശ്വാസമില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ തോക്കിൻ്റെ ലൈസൻസ് വേണമെന്ന് ആവശ്യപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ പറയുന്ന PV അൻവർ അദ്ദേഹം ക്ഷമ ചോദിച്ചു എന്ന് പറയുന്നു. ഈ കേരളത്തിൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഭരണകക്ഷിപ്പെട്ടൊരു MLA ചാനലിൻ്റെ മുമ്പിൽ വന്നിരുന്ന് പറയുകയാണ്, ഞാൻ ഇവിടെ ഫോൺ ചോർത്തൽ നടത്തിയിട്ടുണ്ട്, ഞാൻ പരസ്യമായി ക്ഷമ ചോദിക്കുന്നു. എവിടെയാണ് ഈ കേരളം എത്തി നിൽക്കുന്നത്? ഭരണഘടനയിൽ പോലും വളരെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുള്ള ഒരു വിഷയം, സുപ്രീം കോടതി പലവട്ടം ആവർത്തിച്ചിട്ടുള്ളത്, ഈ ഫോൺ ചോർത്തൽ എന്ന് പറയുന്നത് ഇവിടെ കേരളത്തിൽ നടന്നത് നമ്മൾ മനസ്സിലാക്കണം. ഗവൺമെൻറ്റുകൾക്ക് ഫോൺ ചോർത്താനുള്ള അവകാശങ്ങളുണ്ട്.
ആ അവകാശങ്ങളെ പറ്റി നമുക്കറിയാം. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആഭ്യന്തര സെക്രട്ടറി അല്ലെങ്കിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ അറിവോടുകൂടി അത് ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടു കൂടിയിട്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതൊക്കെ തന്നെ പല കേസുകൾ തെളിയിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടും അത് ചുരുളഴിയുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഈ തരത്തിലുള്ള ഫോൺ ചോർത്തലുകൾ നടക്കാറുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിന് അതിൻ്റെ ചില നടപടിക്രമങ്ങളൊക്കെയുണ്ട്. ഇവിടെ ഒരു ഭരണകക്ഷി MLA ഫോൺ ചോർത്തുന്നത് ആരുടെയാണ്? ADGPയുടെ ഭാര്യയുടെയാണ്. നമ്മളൊക്കെ എങ്ങനെ കേരളത്തിൽ ഇനി ജീവിക്കാൻ പറ്റും? ഒരു ADGPയുടെ ഭാര്യയുടെ ഫോൺ ചോർത്തുന്നു, അത് ഞാനാണ് ചോർത്തിയത്, ഇനിയും ഞാൻ ചോർത്തും. മന്ത്രിമാരുടെ ഫോൺ ചോർത്തൽ നടന്നിരിക്കുന്നു. അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് ADGPയാണ്. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് പോലീസ് ക്വാർട്ടേഴ്സിൽ ഒരു സെല്ല് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു SP അതിന് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ മന്ത്രിമാരുടെ ഫോൺ ചോർത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും അവസാനം കേട്ടത് മുഖ്യമന്ത്രിയുടെ വരെ ഫോൺ ചോർത്തി എന്നൊരു വാർത്ത ഞാൻ കണ്ടു. നിങ്ങളുടെ ചാനലിൽ തന്നെ, ഈ റിപ്പോർട്ടർ ചാനലിൽ തന്നെ ഒരു വാർത്തയുടെ രൂപത്തിൽ ഞാൻ കണ്ടു. മറ്റൊരു ശബ്ദരേഖ അതൊരു പോലീസുകാരൻ്റെതാണെന്ന് പറയുന്നു. ശബ്ദം മാറ്റിയിട്ടാണ് കേൾപ്പിക്കുന്നതെന്ന് പറയുന്നു. ആ ശബ്ദത്തിലാണ് പറയുന്നത്. അതെ സ്മൃതി, അതെ അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എത്ര ഗുരുതരമായ ഒരു പ്രതിസന്ധി, ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ. ഈ കേരളത്തിൻ്റെ ഈ സാഹചര്യത്തിൽ ഒരു ADGPയെ താൽക്കാലികമായി ഇരിക്കുന്ന കസേര അങ്ങോട്ട് മാറ്റിയിരുത്തിയാൽ തീരുന്നതാണോ ഈ പ്രശ്നം? ഒരു സംശയം വേണ്ട. മാറ്റിയിരുത്തിയാൽ ഈ ADGP തിരിച്ചു വരാൻ പോകുന്നത് ക്രമസമാധാന ചുമതലയുള്ള DGP ആയിട്ടായിരിക്കും. അതിനൊരു കാരണം കൂടിയുണ്ട്. സ്മൃതി ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി എനിക്ക്, എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രതിനിധി പ്രിയപ്പെട്ട രാജീവ് P. നായരോട്. കാരണം PV അൻവർ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ 3 ദിവസമായി ആവർത്തിക്കുന്ന ഒരു ആരോപണമുണ്ട്. ആ ആരോപണത്തെ അതിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ട ഒരാൾ ഇന്നൊരു മൊഴിയും കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ചാനലിന് മുമ്പിലും പറഞ്ഞിട്ടുണ്ട്. എന്താണത്? നമുക്കറിയാം, സരിത കേസ്, നമ്മുടെ സോളാർ കേസുമായി ബന്ധപ്പെട്ടിട്ട് സരിത എന്ന് പറയുന്ന പരാതിക്കാരി, അതിൻ്റെ കേസിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പോകുന്നു. ഇന്ന് കോൺഗ്രസിൻ്റെ തലതട്ടപ്പനെന്ന് കേരളക്കാരൊക്കെ പറയാറുള്ള, ഞാൻ പറയുന്നില്ല, നമുക്കറിയാം. ഞാൻ പറഞ്ഞില്ലെങ്കിലും പല ചാനൽ ചർച്ചകളിൽ ഇതിനകം PV അൻവർ ഉൾപ്പെടെയുള്ളവർ ഇൻഡയറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട്, കോൺഗ്രസിൻ്റെ ഒരു നേതാവിൻ്റെ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ADGP സഹായം ചെയ്തിരുന്നു. ഈ ADGP ചെയ്ത ഈ സഹായം കേവലം ADGP മാത്രം എടുത്ത തീരുമാനമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. കാരണം സരിത, നമ്മുടെ സോളാർ കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങൾ നമുക്ക് പരാതിക്കാരി ആ വിഷയം നമുക്ക് നോക്കിയാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. കാരണം ഇതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. ADGP അജിത് കുമാർ നടപ്പിലാക്കിയിരിക്കുന്നത് രാഷ്ട്രീയ തീരുമാനമാണ്. ആ രാഷ്ട്രീയ തീരുമാനത്തിലെ 2 കക്ഷികളെന്ന് പറയുന്നത് LDF ഉം UDF ഉം ആണ്. നമുക്കറിയാം 2016 ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും സഹായകരമായ ഒരു സംഭവമായിരുന്നു സരിതാ കേസ് എന്ന് പറയുന്നത്. ശരി, അങ്ങനെ ഇതിൽ രാഷ്ട്രീയമല്ല, ഓരോ നേതാക്കൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്ന ആരോപണമാണ് ഉയരുന്നത്. അല്ലാതെ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക താല്പര്യമുണ്ട് എന്ന് കരുതാൻ വയ്യ. കാരണം പലരോടും ആ രൂപത്തിൽ സഹായിക്കുന്നു. കോൺഗ്രസ് നേതാക്കളുടെ പേരുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപിയെ അവിടെ സഹായിച്ചെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ അടുത്ത ഘട്ടത്തിൽ വരാം. ശ്രീ NP ബാലകൃഷ്ണനിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്മൃതി അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. വേഗം പറയൂ, നമുക്ക് ഇടവേളകളുണ്ട്, അതുകൊണ്ടാണ്. വേഗം പറഞ്ഞോളൂ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ആ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഞാൻ അവസാനിപ്പിച്ചോട്ടെ. പറയൂ. ഈ എനിക്ക് പറയാൻ സാധിക്കുമോ? പറയൂ. സോളാർ കേസുമായി ബന്ധപ്പെട്ട് ആ കേസ് പിണറായി വിജയൻ ഞാൻ തെരഞ്ഞെടുപ്പിനത് ഉപയോഗിച്ചെങ്കിലും നമുക്കറിയാം ആ കേസ് അട്ടിമറിക്കുന്ന കാര്യത്തിൽ ഈ 8 വർഷമായി ഗവൺമെൻറ് ആ കേസുമായി ഒരു നടപടികളും എടുത്തിട്ടില്ല, ഒരു തീരുമാനങ്ങളും എടുത്തിട്ടില്ല. ഒരാളിനെ പോലും ഇന്നേ വരെ ഒരു FIR പോലും എടുത്തിട്ടില്ല സോളാർ കേസിൽ. മാത്രവുമല്ല, നമുക്ക് അറിയാം, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഒരു സമരം കടന്നു ഈ സോളാർ കേസിന്റെ. ഒരുപാട് ചർച്ച ചെയ്തതായതുകൊണ്ട് തള്ളിപ്പോവുകയും ചെയ്ത യാഥാർത്ഥ്യമാണോ നമ്മുടെ മുന്നിലുള്ളത്? അതിലേക്ക് നയിച്ച കാര്യങ്ങൾ താങ്കൾ പറയുന്നത് ശരിയായിരിക്കാം. നമുക്ക് ശ്രീ NP ബാലകൃഷ്ണൻ, റിട്ടയർഡ് ഇന്റലിജൻസ് SP ആണ്. ശ്രീ NP ബാലകൃഷ്ണൻ ഇപ്പോൾ ക്രമസമാധാനത്തിന് ചുമതലയുള്ള
ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ് എന്നാണ് ഭരണകക്ഷി MLA പറഞ്ഞത്. അതിനുള്ള തെളിവുകളുമായിട്ടാണല്ലോ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. ഈ കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിവേ ഉണ്ടായിരുന്നില്ല, അങ്ങനെ അറിയാനുള്ള ഒരു സംവിധാനമേ ഇല്ല. ഏത് വിവരവും ഈ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് മാത്രമേ മുഖ്യമന്ത്രിക്ക് കിട്ടുകയുള്ളൂ എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. സർക്കാരിന് ഈ കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ സർക്കാരിൻ്റെ അധികാരപരിധിയിൽ നടക്കുന്നതായ കാര്യങ്ങൾ അറിയാനായിട്ട് നല്ല സംവിധാനങ്ങളുണ്ട്. വിശിഷ്യ CPIM-ൽ അതിനുള്ളതായ പദ്ധതികളുണ്ട്. ഞാനിപ്പോൾ ഓർക്കുന്നത്, പണ്ട് EK നായനാർ സാറ് മുഖ്യമന്ത്രിയായ സമയത്ത് ഇൻ്റലിജൻസിൽ വർക്ക് ചെയ്യുന്ന ഞാൻ പോയിട്ട് ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയാൻ പറഞ്ഞ സമയത്ത് എന്നോട് ആദ്യം പറഞ്ഞ്, എടോ എനിക്ക് ആ വിവരങ്ങളൊക്കെ തരാനായി എൻ്റെ പാർട്ടിക്കാരുണ്ട്, നീയൊന്നും വേണ്ട, എന്നാലും നീ പറയുന്നൊന്ന് കേട്ട് കളയാം എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കാണിത്. എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് CPIM-ന് അതിനുള്ള സംവിധാനമുണ്ട്. എനിക്കിവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്നാണ്, PV അൻവർ എന്ന് പറയുന്ന MLA ADGP അജിത് കുമാറിനെതിരായിട്ട് കൊലപാതകം, സ്വർണ്ണക്കള്ളക്കടത്ത്, ഫോൺ ചോർത്തൽ തുടങ്ങിയ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. കട്ടായി കേട്ടോ. കഴിഞ്ഞ 8 മാസമായിട്ട് അദ്ദേഹം ഇതിനെക്കുറിച്ചിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. ഒരു MLA ആണ്, ഉത്തരവാദിത്വമുള്ള ഒരു MLA ആണ്. അദ്ദേഹം പറഞ്ഞു, പലതവണ ഞാൻ പൊളിറ്റിക്കൽ സെക്രട്ടറിയോട് പോയിട്ട് പറഞ്ഞു, ഹൂ ഈസ് പൊളിറ്റിക്കൽ സെക്രട്ടറി? ഒരു ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ മാത്രമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് cannot take any action, cannot take any decision, and he can make some suggestions sometimes, some way. അതിൻ്റെ അപ്പുറത്ത് പവർ അദ്ദേഹത്തിനില്ല. അദ്ദേഹങ്ങൾ സൂപ്പർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ടായിരിക്കാം, അതൊക്കെ തന്നെ നിയമത്തിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. എന്തുകൊണ്ട് PV അൻവർ എന്ന് പറയുന്ന MLA ഒരു ഡോർ തടന്നാൽ, പൊളിറ്റിക്കൽ സെക്രട്ടറി ഇരിക്കുന്ന റൂമിൽ നിന്നും ഒരു വാതിൽ തുറന്നാൽ മുഖ്യമന്ത്രിയുടെ ചാമ്പറിലേക്ക് എത്താം? എന്തുകൊണ്ട് ഇതിന് ആക്ഷൻ എടുക്കാനായിട്ട് സർവശക്തനായിട്ടുള്ളതായ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പരാതി കൊണ്ടുപോയില്ല? മുഖ്യമന്ത്രിക്ക് രണ്ട് വാചകമായതുള്ളൂ, ടേക്ക് ആക്ഷൻ, സിഗ്നേച്ചർ. ഇത് മാത്രമല്ലേ ചെയ്യേണ്ടുള്ളൂ? ഇങ്ങനെ ടേക്ക് ആക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 2 വാക്ക് എഴുതിയിട്ട് അദ്ദേഹത്തിന് ചീഫ് സെക്രട്ടറി കൊടുക്കാവുന്നതേ ഉള്ളൂ. അത് മനസ്സിലാക്കാത്ത ആളാണോ PV അൻവർ? അപ്പോൾ അതുകൊണ്ട് PV അൻവർ ഇങ്ങനെ ഈ തരത്തിൽ ആക്ഷേപം ഉന്നയിച്ചതിൻ്റെ സന്ദർഭത്തിലും അതിൻ്റെ കാര്യത്തിലും ഒരു രഹസ്യമായ അജണ്ടയുണ്ട്. ആൻഡ് ഹിസ് അലിഗേഷൻസ് ആർ ഡൂബിയസ്, നോട്ട് സിൻസിയർ ആൻഡ് നോട്ട് ഹോണസ്റ്റ്. രണ്ടാമതായിട്ട് അജിത് കുമാർ എന്ന് പറയുന്ന ADGP, അദ്ദേഹത്തിനെ കുറിച്ച് ഇതിനു മുമ്പ് ആക്ഷേപമുണ്ടായിരുന്നു. വിജിലൻസ് ഡയറക്ടറായിരിക്കെ വളരെ സുപ്രധാനമായ ഒരു കേസിൽ ഇടപെട്ടു, സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന ആക്ഷേപമുണ്ടായിരുന്നു. എന്താ ഗവൺമെൻറ് ചെയ്ത്? അദ്ദേഹത്തെ മാറ്റി നിർത്തി. ട്രാൻസ്ഫർ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ്, ട്രാൻസ്ഫർ ഈസ് നോട്ട് എൻ എൻക്വയറി. ഓൾ ഇന്ത്യ സർവീസ് മാനുവൽ പ്രകാരം അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി എടുക്കേണ്ടതല്ലേ? നടപടി എടുത്തോ? ഇല്ല. അദ്ദേഹത്തെ കുറച്ചു കാലം ഒരു ഇഗ്നോബിളായിട്ടുള്ള പോസ്റ്റിലേക്ക് മാറ്റി. വീണ്ടും അദ്ദേഹത്തിന് 4 കോടി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടതായ പോസ്റ്റിലേക്ക് ഇട്ടു. അപ്പൊ സർക്കാരിന് ഏറ്റവും അധികം വിശ്വാസമുള്ള ഉദ്യോഗസ്ഥൻ തന്നെയാണത്. അതെങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്? അതാണ് ശ്രീ NP ബാലകൃഷ്ണൻ ഞാൻ ചോദിക്കുന്നത്. വിശ്വാസം എന്ന് പറയുമ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ഈ ഗുരുതരമായ ആരോപണങ്ങൾ അത് മുഖ്യമന്ത്രിക്ക് അറിവില്ലായിരുന്നോ? മുഖ്യമന്ത്രിയിലേക്ക് അത് എത്തുന്നില്ല എങ്കിൽ അതിൽ മുഖ്യമന്ത്രിയുടെ വീഴ്ചയല്ലേ? മുഖ്യമന്ത്രിയുടെ കഴിവുകേടല്ലേ? മുഖ്യമന്ത്രിയിലേക്ക് അത് എത്തുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്തുകൊണ്ട് മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നില്ല എന്ന് തന്നെ ഞാൻ നിഗമനത്തിലെത്തിയാൽ തന്നെ എന്തുകൊണ്ട് പ്രതിപക്ഷത്തിലുള്ള ആരെങ്കിലുമോ അല്ലെങ്കിൽ താങ്കളെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരോ ഈ കാര്യം മുഖ്യമന്ത്രിയോട് പോയിന്റ് ഔട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരില്ല? ഒരു എൻക്വയറിയാണ് ഓൾ ഇന്ത്യ സർവീസ് മാനുവൽ പ്രകാരം. സ്വർണ്ണക്കടത്ത് നടത്തുന്നു, 2 കൊലപാതകങ്ങൾ, സ്വർണ്ണക്കടത്ത് പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് 2 കൊലപാതകങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. ഇതൊക്കെ പറയുന്നത് ആരാണ്? ഭരണകക്ഷി MLA പറയുമ്പോഴല്ലേ മാധ്യമങ്ങൾ അറിയുന്നത്, പ്രതിപക്ഷം അറിയുന്നത്? അല്ലെങ്കിൽ പ്രതിപക്ഷം ഇത് ആദ്യം ഉന്നയിക്കില്ലേ? നോ, ഞാൻ അതിലല്ല പറഞ്ഞത്. വിജിലൻസിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം സ്വാധീനിച്ചു എന്നുള്ളതായ വിഷയത്തിൽ അതിനെതിരെ ഡിസിപ്ലിനറി ആക്ഷനാണ് എടുക്കേണ്ടത്. അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് ഡിസിപ്ലിനറി ആക്ഷൻ്റെ ഭാഗമായിട്ടായിരിക്കണം. പകരം അദ്ദേഹത്തിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ ഇതുവരെ എടുത്തില്ല. വർഷം 2 കഴിഞ്ഞു, 2 3 കഴിഞ്ഞു.
ഇതുവരെ അദ്ദേഹത്തിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ അതൊക്കെ അന്ന് തന്നെ വാർത്തകൾ വന്നിരുന്നതാണ് ശ്രീ എൻ പി ബാലകൃഷ്ണൻ. പിന്നീട് കൂടുതൽ ശക്തനായി അടുത്തൊരു പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നതും വാർത്തകളായിരുന്നു. ഇതൊക്കെ ആ സമയത്ത് തന്നെ വിമർശനങ്ങളുടെ രൂപത്തിൽ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ മാധ്യമങ്ങളുടെ പങ്ക് താങ്കൾ എത്രത്തോളം പറയുന്നത് മനസ്സിലാവുന്നില്ല. ഇതല്ല, ഈ മാധ്യമങ്ങൾക്ക് ഇത് പോയിന്റ് ഔട്ട് ചെയ്യാം, പ്രതിപക്ഷത്തിന് പോയിന്റ് ഔട്ട് ചെയ്യാം, ഒരു വ്യക്തികൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യാം, ഒരു വ്യക്തിക്ക് പോയിന്റ് ഔട്ട് ചെയ്യാം, എല്ലാവർക്കും പോയിന്റ് ഔട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്, അല്ലെ അവകാശമുണ്ട്. പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ടാക്സ് പെയർ ആണ്. പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഡി ജി പിയുടെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് വയനാടിന്റെ ചുമതല അദ്ദേഹത്തിന് കൊടുത്തത്. വയനാട്ടിലേക്ക് അദ്ദേഹം ആയിരുന്നല്ലോ അവിടെ നിയോഗിക്കപ്പെട്ടത്. വയനാട്ടിൽ അദ്ദേഹമായിരുന്നല്ലോ, നമ്മൾ കണ്ടതല്ലേ, എം ആർ അജിത് കുമാർ അവിടെ പ്രധാനമന്ത്രിക്ക് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് ഓടി നടക്കുന്നതും അവിടുത്തെ മൊത്തം ചുമതല ഏറ്റെടുത്തത് എം ആർ അജിത് കുമാറാണ്. അത് ഡി ജി പിയുടെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ചുമതല കൊടുത്തത്. അതെങ്ങനെയാണ് ആ ചുമതല അദ്ദേഹത്തിന് കിട്ടുന്നത്? ഡി ജി പി അങ്ങനെ ഒരു എതിർപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ എതിർപ്പ് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നോ? രേഖാമൂലം അറിയിച്ചിട്ടുണ്ടോ? അദ്ദേഹം പിന്നെ എന്തിനാണ് ആ കസേരയിൽ ഇരിക്കുന്നത്? നോക്കൂ, പല ഘട്ടങ്ങളിലായി ഡി ജി പിയുമായി ബന്ധപ്പെട്ട ഡി ജി പിയുടെ എതിർപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിട്ടുള്ളതാണ്. ഡി ജി പി എതിർപ്പ് കാണിച്ചതും നേരത്തെ എ ഡി ജി പി പുറത്തിറക്കിയ സർക്കുലർ പിൻവലിച്ചതും അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നതാണ്. ഡി ജി പി ഇറക്കിയതായ സർക്കുലർ എ ഡി ജി പിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെയാണ്. ഡി ജി പിയുടെ സർക്കുലർ വിൽ ബി ഒബൈഡ് ആൻഡ് എനിത്തിങ് ഡൺ ബൈ എ ഡി ജി പി വിൽ ബി ഡിസ്കാർഡഡ്, നോ ഡൗട്ട്. ഡി ജി പി എഫിഷ്യൻ്റ് ആയിരിക്കണം. ഡി ജി പി തൻ്റെ സബോർഡിനേറ്റ് താൻ പറയുന്നതിന് അനുസരിക്കുന്നില്ല എങ്കിൽ ഐദർ ഹി ഹാസ് ടു റിപ്പോർട്ട് ചെയ്ത് നടപടിയെടുത്തില്ല എങ്കിൽ ഹി ഹാസ് ടു ക്വിറ്റ്. അതാണ് ചെയ്യേണ്ടത്. അത് സാധാരണ പോലീസിൽ പല സമയത്തും സംഭവിക്കാറുണ്ട്. സബോർഡിനേറ്റ് ഓഫീസർ ചില പൊളിറ്റിക്കൽ ക്ലൗട്ട് കാരണം പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ പി വി അൻവറിൻ്റെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിൻസിയറിറ്റിയെക്കുറിച്ചും ഹോണസ്റ്റിയെക്കുറിച്ചും എനിക്ക് സംശയമുണ്ട്, യാതൊരു സംശയവുമില്ല. പിന്നെ പി വി അൻവർ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയാണ്, ഞാൻ ഫോൺ ചോർത്തി. ഒരു എം എൽ എ ആണ്, ഉത്തരവാദിത്തപ്പെട്ട എം എൽ എ ആണ്. അദ്ദേഹം ഫോൺ ചോർത്തി എന്ന് പറയുന്ന സമയത്ത് പിറ്റേ ദിവസം അല്ലെങ്കിൽ അത് കേട്ട ഉടനെ തന്നെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വാങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുക്കണ്ടേ? കേസെടുത്തോ? ഇല്ല. അപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി അടുത്ത് മാത്രം എത്തുക അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അടുത്ത് മാത്രം എത്തി ഞാൻ അപ്പുറത്ത് പോയില്ല എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം എന്താണെന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് പൊളിറ്റിക്സ് ആണ്, ഇത് പാർട്ടിക്കകത്തുള്ളതായ ചില പൊളിറ്റിക്സ് ആണ്. പ്രകാശ് ജാവേദ്കറിനെ കണ്ട നേതാവിനെയും ഇപ്പോൾ പിന്നെ ടാർഗറ്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ നേതാവിനെയും ഒക്കെ തന്നെ കണക്ട് ചെയ്തിട്ടുള്ളതായ ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനകത്തൊരു ലൈൻ ഉണ്ട്, ഒരു രീതിയുണ്ട്. ആ രീതി എന്താണെന്ന് കേരള ജനത അടുത്ത് തന്നെ അറിയാൻ പോവുകയാണ്, ഒരു സംശയവും വേണ്ട. അജിത് കുമാറിനെതിരായിട്ട് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചു. ആരാ അന്വേഷിക്കുന്നത്? ഡി ജി പി ആണോ? ഇപ്പോൾ അജിത് കുമാറിനെ പേടിച്ചിട്ട് സർക്കുലർ പിൻവലിക്കുന്നു എന്നൊക്കെ പറയുന്നതായ ഡി ജി പി ആണോ അന്വേഷിക്കേണ്ടത്? അപ്പോൾ ഇതിന് കൃത്യമായിട്ട് ആ കാര്യത്തിൽ ഞാൻ പി വി അൻവറിനോട് യോജിക്കുന്നു. ഇതിലൊരു ജുഡീഷ്യൽ അന്വേഷണമാണ് ഇതിനാവശ്യം. കേരളത്തിൽ നമുക്ക് 4 ലക്ഷം ജനങ്ങൾക്ക് പിന്നെ സ്വൈരമായി ജീവിക്കാനുള്ള സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട എ ഡി ജി പിയെക്കുറിച്ച് ഇത്രയും സീരിയസ് ആയ അലിഗേഷൻസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ജുഡീഷ്യൽ അന്വേഷണമാണ് വേണ്ടത്. സി ബി ഐ അന്വേഷണത്തിലും യാതൊരു കഴമ്പുമില്ല. സി ബി ഐ എന്ത് ചെയ്യുന്നൊക്കെ തന്നെ പല കേസിൻ്റെ അനുഭവത്തിലും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് അൾട്ടിമേറ്റ് ആയിട്ട് പറയാനുള്ളത് ദർ ഷുഡ് ബി എ ജുഡീഷ്യൽ എൻക്വയറി എന്നാണ് പറയാനുള്ളത്. ആ ജുഡീഷ്യൽ എൻക്വയറിയും വളരെ ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ നടത്തുന്നതായിരിക്കും ശരി. പിന്നെ ഇതിൻ്റെ ടെക്സ്റ്റ് പാർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറയാം, ഇത് എൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം നിങ്ങളൊന്ന് നോക്കുക. ഈ പുസ്തകത്തിൻ്റെ പേര് നെയ്ക്കഡ് കമ്മ്യൂണിസ്റ്റ് എന്നാണ്. അപ്പോൾ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെയ്ക്കഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ നേക്കഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതിൻ്റെ അപച്യുതിയാണ് ഇപ്പോൾ കാണുന്നത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഡോക്ടർ ബി ജയരാജ് മറുപടി നൽകാം. ഈ അന്വേഷണം
എവിടെ എത്തി നിൽക്കും? ഇപ്പോൾ അന്വേഷിക്കാൻ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വേണം എന്നുള്ളതാണ് അൻവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിലേക്കാണോ പോകേണ്ടത്? താങ്കളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ്? താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ മാധ്യമങ്ങളുടെ കടമയെക്കുറിച്ച് പറയാതെ മറ്റു കാര്യങ്ങളിലേക്ക് കൂടി കടക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾക്ക് സമയക്കുറവുള്ളതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെലിഫോൺ ചോർത്തൽ എന്ന് പറയുന്നത് നിസ്സാരമായൊരു വിവാദമൊന്നുമല്ല. കാരണം ഒരു ഗവൺമെൻറ് തന്നെ രാജീവ് ഗാന്ധിയുടെ വീട്ടിന് മുന്നിൽ രണ്ട് ഇൻ്റലിജൻസിലെ ഉദ്യോഗസ്ഥർ നടന്നു എന്ന് പറഞ്ഞിട്ടൊരു സർക്കാർ താഴെ വീണ ഒരു രാജ്യമാണ് കേരളം, അല്ല ഇന്ത്യ. അതുപോലെ തന്നെ ഈ പെഗാസസിൻ്റെ പേരിൽ BJPക്കാർ ഇസ്രായേലിൽ നിന്ന് വാങ്ങി ആ സാധനം ദേശീയ സുരക്ഷയ്ക്കൊന്നും അല്ലല്ലോ മേടിച്ചത്, പ്രതിപക്ഷ നേതാക്കളുടെ ഫോൺ ചോർത്താൻ വേണ്ടിയല്ലേ മേടിച്ചത്. ഇതിനൊക്കെ എതിരെ ഘോരഘോരം പ്രസംഗിച്ചവരാണ് ഇവിടുത്തെ ഇടതുപക്ഷക്കാരും അതുപോലെ തന്നെ ഈ പറയുന്ന കോൺഗ്രസും ഒക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. ഇത്തരത്തിലുള്ള ഈ ന്യായം ഇപ്പോൾ മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കും എന്നൊക്കെ പറഞ്ഞാൽ പോലും ഈ മാർഗങ്ങളൊന്നും അത്ര ക്ലിയർ ആയിട്ട് തോന്നുന്നില്ല. ഇതിന് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ പുറത്തു വരികയും അഥവാ ആരെങ്കിലും കുറ്റക്കാരനാണെങ്കിൽ അത് എത്ര എന്താണ് താങ്കൾ സംശയിക്കുന്നത്? PV അൻവറിന്റെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? PV അൻവറിനുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. കാര്യം PV അൻവറിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചു MLA ആണെന്നുള്ളതല്ലാതെ പഴയ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ശ്രീ ജയരാജ്, അങ്ങനെ വെസ്റ്റഡ് ഇൻട്രസ്റ്റോട് കൂടി അയാളുടെ മാത്രം താല്പര്യത്തിൽ അങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്താൻ PV അൻവറിന് സാധിക്കുമോ? ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ പുറത്തേക്ക് വിളിച്ചു പറയാൻ ഒരു MLAക്ക് സാധിക്കുമോ? ഒറ്റയ്ക്ക് അയാളുടെ മാത്രം താല്പര്യത്തിൽ. ഇതിനകത്ത് ഈ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാൾ MLA ആയി പാർട്ടിയുടെ MLA ആയിട്ട് വന്നാലുള്ള ഒരു അവസ്ഥയാണ് ഈ നേരത്തെ നമ്മുടെ KC ഉമേഷ് ബാബു സൂചിപ്പിച്ചതുപോലെ CK പത്മനാഭൻ്റെയൊക്കെ പേരിലെടുത്തേക്കുന്ന നടപടികൾ. അങ്ങനെ ഒരുപാട് നേതാക്കന്മാർക്കെതിരെയുള്ള നടപടിയുണ്ട്. അത് VB ചെറിയനായിക്കോട്ടെ, അപ്പുക്കുട്ടൻ വള്ളിക്കുന്നായിക്കോട്ടെ, രവീന്ദ്രനാഥ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ MM ലോറൻസ് ആയിക്കോട്ടെ, ഇങ്ങനെ ഒട്ടനവധി ഭരതനായിക്കോട്ടെ, ഇങ്ങനെ ഒട്ടനവധി നേതാക്കൾക്കെതിരെ നിസ്സാരമായ കേസുകളുടെ പേരിൽ നടപടിയെടുത്തൊരു പാർട്ടിയാണിത്. ഒരുപാട് പേരെ ഒഴിവാക്കിയൊരു പാർട്ടിയാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്ലിംസി ഗ്രൗണ്ടിൽ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കുകയും പാർട്ടിയുമായി പുലബന്ധം പോലും ഇല്ലാതെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചെന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം ഇവരെയെല്ലാം കയറുവഴി വിടുകയും ചെയ്യുന്നൊരു സംവിധാനം അവസാനിപ്പിച്ചേ മതിയാവും. അത് അറ്റ് എനി കോസ്റ്റ്. അതാണ് നീഡ് ഓഫ് ദ അവർ എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം. ശരി, ശ്രീ KC ഉമേഷ് ബാബു, ഒറ്റ മിനിറ്റിൽ താങ്കൾക്കൊന്ന് പറയാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ നാളെ അൻവർ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു, KT ജലീൽ ബുധനാഴ്ച മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു, ഇനി മത്സരിക്കാനില്ല എന്നും ഒരു വിസിൽ ബ്ലോവറായി മാറാൻ പോവുകയാണ് എന്നുമാണ് ജലീൽ പറയുന്നത്. അപ്പോൾ നിലവിലെ സർക്കാർ സംവിധാനങ്ങളൊക്കെ ആകെ അതൃപ്തിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇനി സർക്കാരുമായി ബന്ധപ്പെടാനില്ല, പക്ഷേ ഇടതുപക്ഷമായി തുടരും. ഇതാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. PV അൻവർ ഇനി മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ ഒറ്റ വാക്കിൽ പറയാം. എനിക്ക് വാസ്തവത്തിൽ കേരളത്തിലെ പരമോന്നത നീതിന്യായ സ്ഥാപനത്തോട് ഒരു അഭ്യർത്ഥന നടത്താനുണ്ട്. ഇത്രയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ കേൾക്കാം ശ്രീ ഉമേഷ് ബാബു, പറഞ്ഞോളൂ, പറയുന്നത് കേൾക്കാം. ഹലോ, ഞാൻ പറയുന്നത് കേരളത്തിലെ ഈ പറയുന്ന ഒരു സിസ്റ്റം, അതിനിടയ്ക്ക് താങ്കൾക്ക് ഫോൺ കോൾ വരുന്നതാണ്, പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റും. സംസ്ഥാനം എന്നുള്ള നിലയിൽ നമ്മൾ ഒരു സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റം സമ്പൂർണമായി തകരുകയും ക്രിമിനൽ വൽക്കരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട കുറ്റാരോപണമാണ് ഈ അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഒരു ജുഡീഷ്യൽ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറി സ്വമേധയാ ഇതിൽ ഇറങ്ങണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം MLA പറയുന്നു എന്റെ ജീവൻ ഏത് സമയത്തും അപകടത്തിലാണെന്ന്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് ഈ ആരോപണങ്ങൾ വരുന്നു. അയാൾ തന്നെ ബഗ് ചെയ്തുകൊണ്ടിരുന്ന മാസങ്ങളായിട്ട് ഫോണുകളൊക്കെ ചോർത്തുകയാണെന്ന് പറയുന്നു. തീർച്ചയായിട്ടും നമ്മുടെ സിസ്റ്റം
സിസ്റ്റത്തിന്റെ പരിപൂർണമായ തകർച്ച. സിസ്റ്റം തകർന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. ആ സിസ്റ്റം തകർന്നതിന്റെ ഉത്തരവാദി ആരാണ്? ആ ഉത്തരവാദിയിലേക്ക് തന്നെ എത്തുമോ സർക്കാർ എന്നുള്ളതാണ്, പാർട്ടി എത്തുമോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ മുന്നിലെ ചോദ്യങ്ങൾ. നമുക്ക് നോക്കാം. നാളെയാണല്ലോ അൻവർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത രാജു പി നായർ, ഡോക്ടർ ബി ജയരാജ്, ഷാജി രാഘവൻ, കെ സി ഉമേഷ് ബാബു, എൻ പി ബാലകൃഷ്ണൻ. വളരെയധികം നന്ദി ചർച്ചയിൽ